നമസ്കാരം. രായമംഗലം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ നേതൃത്വത്തിൽ സൂചനാ സമരം സംഘടിപ്പിച്ചു. തകർന്നു കിടക്കുന്ന രായമംഗലം റോഡ് ഗതാഗത യോഗ്യമാക്കുക, പഞ്ചായത്ത് ഭരണസമിതി കണ്ണു തുറക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് CPI പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സഖാവ് PM ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം CPI തിരുമറ്റക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ഒരു സൂചനാ സമരത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. CPI ഒരു സൂചനാ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ആവലാതി? നിങ്ങൾ എന്തിനാണ് ഈ സമരത്തെ ഭയപ്പെടുന്നത്? അവിടെയാണ് LDF എന്ന ഒരു മിനിമം പരിപാടിയുടെ പ്രസക്തി. LDFിലെ രണ്ടാമത്തെ കക്ഷിയാണ് CPI. നിങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെയും MLAയുടെയും മന്ത്രിയുമായ അതുപോലെ വാർഡ് മെമ്പറുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുള്ള ഈ ബാനർ തന്നെ നിങ്ങളോട് നുണ പറയുന്നു. ഒരു മുഖ്യമന്ത്രിയുടെ ഫണ്ട് പാസ്സാക്കുന്നത്, പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് ആരാണെന്നറിയോ? അത് ബ്ലോക്കിനാണ് അധികാരം. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പേരെന്ത് അവിടെ സൂചിപ്പിക്കാഞ്ഞത്? അതാണ് ഇതൊരു കപടത്തരത്തിന്റെ ബോർഡാണെന്ന് നിങ്ങൾ തന്നെ വിളിച്ചു പറയുന്നത്. ഒരു MLAയുടെ മുഖ്യമന്ത്രിയുടെ ഫണ്ട് ആ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കേണ്ട ബാധ്യത ബ്ലോക്കിനാണ്. ആ ബ്ലോക്കിന്റെ എന്തെങ്കിലും ഒരു ശുപാർശ അതിനകത്ത് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ആ ബ്ലോക്ക് പഞ്ചായത്താണ് ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും അല്ല. നിങ്ങൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കുന്നത്? അതിന് TS എവിടെയാ? അതിന്റെ AS എന്നാണ്. ഞങ്ങൾ ഈ സമരം പ്രഖ്യാപിക്കുന്നതിന് മുൻപാണോ അതിന്റെ സാങ്കേതിക അനുമതിയും ഭരണാനുമതിയും എന്ന് പറയാൻ ഈ ബോർഡ് വെച്ചവർക്ക് അറിയോ? നിങ്ങൾ നാരായണൻകുട്ടേട്ടൻ പറഞ്ഞു എന്ന് പറയുന്ന പോലെ ഈ സമരത്തെ പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജനങ്ങളോട് ആത്മാർത്ഥതയില്ലാത്ത ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഈ രായമംഗലത്തെ ആളുകൾ ബോധ്യപ്പെടുന്നത്. 25 ലക്ഷം രൂപ പാസാക്കിയത് ഈ സമരത്തിന്റെ സൂചനാ സമരത്തിന്റെ ബോർഡ് വന്നതിന് പൊളിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി. അത് ആ യാഥാർത്ഥ്യമാണ് P നാരായണൻകുട്ടി എന്ന സഖാവ് ഷാജിയോട് പറഞ്ഞത്. സമരത്തെ പൊളിക്കും, ഞങ്ങളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. യഥാർത്ഥത്തിൽ ജനങ്ങളെ വീട്ടികളാക്കുകയാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ 7-ാം തീയതിക്ക് മുമ്പ്, ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ 12-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ അതിന് സാങ്കേതിക അനുമതിയും ഭരണപരമായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ CPI തയ്യാറാ. അല്ലെങ്കിൽ നിങ്ങൾ പറയോ ഈ ബോർഡ് തെറ്റാണെന്ന്? നാളെ നിങ്ങൾ വിളിച്ചു പറയോ ഞങ്ങൾ വെച്ച ബോർഡ് കണ്ണിൽ പൊടിയുള്ളതാണ് എന്ന് പറഞ്ഞ് ഈ രായമംഗലത്തെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും നാളുകളിൽ. അതിന്റെ രേഖകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ രായമംഗലം റോഡ് മാസങ്ങളായി തകർന്നു കിടക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ വാഹനങ്ങൾക്ക് കഴിയുന്നില്ല. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് CPI നേതാക്കൾ ആവശ്യപ്പെടുന്നത്. തകർന്നു കിടക്കുന്ന റോഡുകൾ പുനർനിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കാനുള്ള യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പഞ്ചായത്ത് ഭരണസമിതിയാകട്ടെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. രായമംഗലത്തെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയവർ ഈ നാട്ടുകാരെ വഞ്ചിക്കുകയാണ് എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. യാത്ര ചെയ്യാൻ നല്ലൊരു റോഡ് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സമരം. ഈ സമരം ഒരു സൂചന മാത്രമാണെന്നും റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ കൂടുതൽ സമരങ്ങളുമായി CPI രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. CPIM ആരാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ? CPIM ആരാണ് കേരള സംസ്ഥാനം ഭരിക്കുന്നത്? CPIM. പിന്നെന്താ? ആരാണ് മന്ത്രി? ആരാണ് MLA? എല്ലാം CPIM. അവർക്ക് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഞങ്ങളോട് പറയോ, ഞങ്ങൾ നാട്ടുകാർ ചെയ്തോളാം. അതിനുള്ള അനുമതികൾ തന്നാൽ മതി. ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശത്തിലേക്കും പോകുന്നില്ല. കാരണം ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ CPIMനെ എനിക്ക് കുറ്റം പറയേണ്ടി വരും. ഒരിക്കലും എനിക്ക് CPIMനെ കുറ്റം പറയാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ പ്രസംഗിക്കുന്ന വേദനിക്കുന്ന ഒരുപാട് CPIMന്റെ സഖാക്കൾ ഇതിന്റെ ഉള്ളിലുണ്ട്. കാരണം ഞാൻ ഇന്നലെ വരെ നിങ്ങൾ കണ്ടത് CPIMന് വേണ്ടി മൈക്കെടുക്കുന്ന ഒരാളായിട്ടാണ്. ഇന്ന് ഞാൻ CPIക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ സങ്കടപ്പെടും. അതേസമയം രായമംഗലം റോഡിന് 25 ലക്ഷം രൂപ അനുവദിച്ചു എന്ന ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് CPIമും രംഗത്തെത്തി. റോഡിന് 25 ലക്ഷം രൂപ അനുവദിച്ച മന്ത്രി MP രാജേഷിനും പിണറായി സർക്കാരിനും തിരുമറ്റക്കോട് പഞ്ചായത്ത് ഭരണസമിതിക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ബോർഡാണ് CPM പ്രദേശത്ത് സ്ഥാപിച്ചത്.
എന്നാൽ ഇങ്ങനെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നും CPI പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് CPM ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയായിരുന്നു എന്നുമാണ് CPI നേതാക്കൾ പറയുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് CPM നടത്തുന്ന 25 ലക്ഷത്തിന്റെ അവകാശവാദമെന്നും CPI നേതാക്കൾ പറഞ്ഞു. ഈ പ്രദേശമെന്ന് പറയുന്നത് ആ റോഡ് പഞ്ചായത്ത് ഭരണസമിതിയോ ബന്ധപ്പെട്ട അധികാരികളോ അത് കൃത്യമായി ശരിയാക്കി ഈ റോഡിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനം നടത്തുന്നില്ല. അതിന്റെ ഭാഗമായി അധികാരികളുടെ കണ്ണ് തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരത്തിലൊരു സമരരംഗത്തേക്ക് വരേണ്ടി വന്നത്. ഇവിടെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് CPM ആണ് ഭരിക്കുന്നത്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഞങ്ങൾക്കാകെ ഇടതുപക്ഷത്തെ തകർക്കണമെന്നുള്ള ഒരു ലക്ഷ്യവുമില്ലാത്ത പാർട്ടിയാണ് CPI. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഹൃദയപക്ഷമാണ്. ആ ഹൃദയപക്ഷത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തേണ്ടത് ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അത് നിർവഹിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോകുമ്പോൾ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള സമരം നടത്തി മുന്നോട്ട് വരിക എന്നുള്ളതാണ് CPIനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഭരണവും അതോടൊപ്പം തന്നെ സമരവും എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ CPIനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് KP ഗിരീഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. നിരവധി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു.